അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അപ്പോൾ നല്ല ചൂട് ചായ കുടിച്ചിട്ട് തന്നെ ഇന്നത്തെ ദിവസം തുടങ്ങാം അല്ലേ. ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടോ രാവിലെ നല്ല തണുപ്പൊന്നും പറയാൻ വയ്യ, ബെഡിൽ നിന്ന് എഴുന്നേക്കാനേ തോന്നുന്നില്ല. അപ്പോൾ ഇതാ നല്ല ചൂട് ചായ കുടിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങി. തണുപ്പത്ത് നല്ല ആവി വറക്കുന്ന നല്ല പത്തപ്പിച്ചിട്ടുള്ളൊരു പാൽച്ചായൊക്കെ കുടിച്ച് തുടങ്ങിയാൽ തന്നെ വല്ലാത്തൊരു ഉഷാറാട്ടോ. അന്നത്തെ ദിവസം ഫുൾ എനർജറ്റിക് ആകാൻ വേണ്ടി രാവിലത്തെ ആ ചായക്ക് പറ്റുണ്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇച്ചുക്കുട്ടൻ പിണങ്ങി നിൽക്കുന്നുണ്ട്, അമ്പുടിക്കുട്ടൻ നല്ല കളിയാണ്. അപ്പോൾ ഞാൻ എന്താ കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തു. പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ദോശ ഉണ്ടാക്കട്ടെ. നല്ല ചൂടോടെ ദോശ ഉണ്ടാക്കി കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഇച്ചൂസ് പോവാൻ ഒരുങ്ങി ടാറ്റ ബൈബൈ തന്ന് ഉമ്മയൊക്കെ തന്ന് പോവാട്ടോ. ഇച്ചു ചേട്ടൻ മോണീന് പരാതി പറയുകയാണ്. നമ്മളെ അനിയൻകുട്ടൻ്റെ 2 ചുറ്റുമണികളെ ഞാൻ ഒന്നിച്ച് കുളിപ്പിച്ച് കൊണ്ടിരിക്കിയതാട്ടോ. ക്രീമൊക്കെ തേച്ച് കൊടുത്തത്. ചേട്ടൻ പോയതിൻ്റെ വിഷമാണ് അനിയൻ്റെ മുഖത്ത്. അപ്പം എന്നാൽ നമ്മളെ കലാപരിപാടിയിലേക്ക് കിടന്നാലോ. ഇന്ന് നമ്മൾ അമ്പുടുക്കുട്ടനെ ഉറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല, കാരണം തണുപ്പിൻ്റെ ഒരു സുഖം കാരണം ആശ നീച്ചത് 8:30-9 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അവനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, വയറ് നിറഞ്ഞ അടങ്ങിയിരുന്നോളും. വയ്യായിക ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആൾ ഉഷാറായിട്ട് നമ്മളെ കൂടെ നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് തന്നോളൂ കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഉറക്കം വന്നുള്ള അലമ്പുള്ളൂ, അല്ലാതെ ഒരു കുഴപ്പമില്ല. നമുക്ക് ചോറിനുള്ള വെള്ളം വയ്ക്കാൻ നേരത്തെ കൂട്ടി അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നുണ്ട്, കാരണം നല്ല മട്ടരിയാണ്, വേവ നല്ല സമയം എടുക്കും. ഞാൻ 1/4 മണിക്കൂറെങ്കിലും അത് കുതിർത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ടും നമ്മളെ അരി വെന്ത് കിട്ടാൻ 2-3 മണിക്കൂർ എടുത്തു. ഭാഗ്യത്തിന് പോകാനാകുമ്പോഴേക്കും ചോറായി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത്. ആ കൂട്ടിന് നമ്മുടെ അമ്പട് കൂട്ടിനോട് സഹായത്തിന് ആശാനെ താഴെ നിർത്തി കഴിഞ്ഞാൽ വിറക് വലിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാനെടുത്ത് കൈ പിടിച്ചതാണ്. സോപ്പ് കൊടുക്കാനായിട്ട് ഒരു 10 മിനിറ്റ് സോപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് നമുക്കത് കഴുകാനാണ്. അമ്പൂടിന് താഴെ നിർത്തി എടുത്തോണ്ടിരിക്കണ വേറൊന്നല്ല കേട്ടോ. ആശാൻ പിടിച്ച് നമ്മളെ ഫോൺ പിടിച്ച് വലിക്കും, പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് അച്ഛൻ്റെ ഷർട്ടൊക്കെ അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുതിർത്ത് വയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് നമ്മളെ തീ കട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിയുള്ള തുണികളൊക്കെ ഞാൻ സോപ്പ് പൊടി മുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെ ഷർട്ടൊക്കെയാണ് വാഷിംഗ് മെഷീനിൽ അലക്കിയാലും ഒന്നും ശരിയാകത്തില്ല. അപ്പോൾ ഇതാ നമ്മൾ സോപ്പ് പൊടി മുക്കി കുതിർത്ത് വെക്കാനും, പിന്നെ ഇതാ ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് നമ്മൾ സുട്ടാപ്പികളിട്ട ഡ്രസ്സും ഇതുപോലെ മുക്കി വെച്ച് അധികം നേരം ഒന്നും മുക്കി വെച്ചില്ല കേട്ടോ. ആ ഷർട്ട് മുക്കി തീരുന്ന നേരെ ഞാൻ വെച്ചിട്ടുള്ളൂ, കാരണം പുതിയ തുണിയല്ലേ, നാശമായി പോകും വാഷിംഗ് മെഷീനിലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ തന്നെ വേഗം വന്ന് അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. കഴുകിയെടുത്ത് വെയിൽ കുറവുള്ള സ്ഥലത്തായിട്ട് ഇട്ടത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒലച്ച് കഴുകിയെടുത്ത് തന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. കാരണം നമ്മളെ തല കാണുന്നിടത്ത് കാല് കാണത്തില്ല, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ. ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് തരാനുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇന്നലെ വൈകുന്നേരം തിരുമ്പിയിട്ട തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകിയത് എടുത്ത് മാറ്റി വെച്ചതാ. നമ്മളെ ഷർട്ടും ബനിയനും പാൻറ്റും ഒക്കെ പുറം തിരിച്ചിടുക കേട്ടോ. നല്ല ഭാഗം ഉള്ളിലേക്കാക്കി ഇടല്ലേ എന്നുണ്ടെങ്കിൽ വെയിലെങ്ങാനും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ അതാകെ നശിച്ച് പോകും, കരിമ്പനടിച്ച്. കാരണം പുതിയ ഡ്രസ്സാണ്. അപ്പോൾ അതായത് നമ്മളെ വാഷിംഗ് മെഷീൻ നമ്മൾ വിളിച്ച് അലാറടിച്ച് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഓട്ടോമാറ്റിക് അല്ല കേട്ടോ, സെമി ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ തന്നെ വെള്ളം കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ കിച്ചണിലോട്ട് വിട്ടു. കാരണം നമ്മൾ ഒരു 5 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന പണിയുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്ത് തീർക്കാം. പിന്നേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നല്ല, 5 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന പണിയുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കട്ടെ. കാരണം ചെറിയ പണിയല്ലേ, പിന്നേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല കേട്ടോ. പണി ഇതാ കുന്നുപോലെ കൂമ്പാരവും. ഞാൻ അപ്പം കഴുകി വെച്ച് തട്ടി പാത്രങ്ങളൊക്കെ ഞാൻ തൊക്കെ ഒതുക്കിക്കാണ്. ഇതാ നമ്മൾ അരി കഴുകുകയാണ്. ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ തുണിയൊക്കെ കഴുകിയിട്ട് വരുന്ന നേരം കൊണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അരി ഞാൻ കഴുകിയിട്ട് പുതുക്കട്ടത്. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ 3-4 വട്ടം പിന്നെയും കഴുകി കയ്യിൽ കേട്ടോ. കയ്യിലൊന്നും കാണാനില്ല, ഞാൻ സാധാരണ അങ്ങനെ എടുത്ത് മറിച്ചിടല കേട്ടോ.
കയ്യിലൊന്നും എടുക്കാറില്ല. അതൊന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞ് നല്ല 2 വിറകും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയേ വേണ്ട കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് സെറ്റാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പണികളുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ സമയം നമ്മളെ കയ്യിൽ തീരില്ല. നമുക്ക് 1 മണി 1:30 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം. 1:30 ആകുമ്പോഴേക്കും ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു 12:30 ആകുമ്പോഴേക്കും പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഞാൻ ആദ്യമൊക്കെ കുളിച്ചിട്ടാട്ടോ അടുക്കളയിൽ കയറുക. പിന്നെ എന്താ ഈ ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് പോകാൻ നേരത്തെ കുളിക്കും. കാരണം 2-3 വട്ടം കുളിക്കുമ്പോഴേക്കും നമുക്ക് ഈ തുമ്മൽ, തലവേദന, നീരിറക്കുന്നതൊക്കെ വരും. അതുകൊണ്ട് ഞാൻ കഴിയുന്നത് ഇപ്പോൾ ഒരു വട്ടക്കുളി ആക്കുന്നുള്ളത്. അമ്പോട് കൂടെ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അവനവിടെ കളിക്കുകയാണ്. എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ അവനോടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം. അവൻ ആ സ്റ്റെപ്പിൻ്റെ അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ സ്റ്റൗവ് വല്ലാതെ മിസ്സാവാതെ നിൽക്കാൻ വേണ്ടി ഡെയിലി അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് വല്ലാതെ മിസ്സാവില്ല കേട്ടോ. ആ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിക്ക് ആശാൻ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കൗണ്ടർ ടോപ്പും കൂടെ വൃത്തിക്ക് കഴിഞ്ഞാൽ അടുക്കളയത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വലിയ പണിയില്ല. പിന്നെ തുടക്കലൊക്കെ അമ്മ വന്നിട്ട് തുടച്ചോളും. കാരണം തുടയ്ക്കാനും കൂടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പോകാനുള്ള സമയം വൈകുന്നേരം ഞാൻ ആ ജനലൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാം ഒഴിച്ചിട്ട് ഞാൻ ആ ക്ലാസ് അവിടെ വെച്ചത് ഒരു മണി പ്ലാന്റ് വെക്കാമെന്ന് കരുതിയിട്ടാണ്. ആ കാര്യം ഞാൻ പിന്നെ മറന്നു പോയിട്ടോ. നമ്മളെ പറമ്പിൽ ഒന്നുണ്ട്, മരത്തുമ്പോൾ പൊറ്റി പിടിച്ച് കിടക്കുന്നത് കേട്ടോ. നല്ല വലുതാണ്. അതിനൊരു ചെറിയ കഷ്ണം കൊണ്ട് അവിടെ വയ്ക്കാമെന്നൊക്കെ കരുതി. എന്നാളെ ഒരു വട്ടം ഇതേപോലെ വെച്ച് അപ്പോൾ എന്താ പൂച്ച എന്തോ ഒന്ന് തട്ടി മറിച്ചിട്ട് അത് കളഞ്ഞു. പിന്നെ ഞാൻ മറന്നും പോയി ചെയ്തു. പിന്നെ ഇതാ അമ്മ അരി അരിച്ചിട്ട് അതുമാ പറ്റി പിടിച്ചിട്ടുണ്ട് അരിമാവ്. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി അങ്ങനെ കുഞ്ഞിനെ വെച്ച് ചെയ്യാൻ പറ്റുന്ന പണിയൊക്കെ മാക്സിമം ഞാൻ ചെയ്ത് തീർക്കണം. പിന്നെ അടുപ്പിൻ്റെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെ വെച്ച് ആരും പോകാൻ നിൽക്കരുത് കേട്ടോ. കാരണം കുക്ക് ചെയ്യുന്ന സമയം കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് സാസ് എടുക്കാൻ നിൽക്കരുത്. എന്നെ നോക്കാതെ ഞാൻ പെട്ടെന്ന് അവിടെ വെച്ചിട്ട് ഞാൻ പോകട്ടോ. കുഞ്ഞിനെ ഉറക്കം വന്നേ അത് അവനവിടെ ഇരുത്തി. അവനവിടെ നനങ്ങൊന്നുമില്ല കേട്ടോ. അവിടെ അങ്ങനെ ഇരുന്നോളൂ. ഞാൻ അവിടെ ഇട്ടിട്ട് വലിയ ദൂരത്തേക്കൊന്നും പോകത്തൊന്നുമില്ല. എൻ്റെ കയ്യെത്തുന്ന ദൂരത്തേക്ക് ഞാൻ മാറി നിൽക്കാറുള്ളൂ. ആശ നല്ല കട്ട സപ്പോർട്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അവന് സാധാരണ ഒരു 10 മണിയാകുമ്പോൾ കിടക്കാറ്. ഇന്ന് എഴുന്നേക്കാൻ വൈകിയതുകൊണ്ട് ഉറക്കം ആകെ ഒരു നേരം ഉറങ്ങത്തുള്ളൂ പകൽ. അപ്പോൾ അതാ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ പോയതാണ്. പിന്നെ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ബെഡൊക്കെ ഒന്ന് വിരിച്ച് കുട്ടപ്പനാക്കിയിട്ടായിട്ട് 2 ആൾക്കും കിടക്കണം എന്നുണ്ടെങ്കിൽ ബെഡ് നല്ല നീറ്റായിട്ടിരിക്കണം. എൻ്റെ സ്വഭാവമൊന്നുമല്ല അവർക്ക്. ഞാനാണെന്നുണ്ടെങ്കിൽ ഏത് കുപ്പത്തൊട്ടിയിൽ കൊണ്ടിട്ടാലും കിടന്നുറങ്ങും. അങ്ങനത്തെ ഒരു സ്വഭാവം, വലിയ വൃത്തിയും എടുത്തും അങ്ങനെയല്ല. ബെഡ്ഷീറ്റ് നേരത്തെ വിരിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ കിടന്നു. പക്ഷെ മക്കൾ 2 ആളും അങ്ങനെയല്ല കേട്ടോ. അവരച്ഛൻ്റെ സ്വഭാവം നല്ല നീറ്റായിട്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കിടത്തൊക്കെ കാണാം. ഞാനൊരു 1/2-3 മണിക്കൂർ എടുത്തിട്ട് ഉറക്കിയതാണോ ഇതെൻ്റെ കമ്മൽ പിടിച്ച് വലിക്കുക, മുടി പിടിച്ച് വലിക്കുക, വല്ലാത്തൊരു ഫീലിങ്. അവൻ ഈ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ഫീലിങ് കേട്ടോ. കാരണം നമ്മളെ മുഴുവൻ വിഷമം അന്നത്തെ ദിവസത്തെ മുഴുവൻ സ്ട്രെസ്സും പോവണ്ട ഇങ്ങനെ പറ്റി പിടിച്ച് കിടന്നാൽ മതി കേട്ടോ. വേറെ ഒന്നും വേണ്ട. കാരണം അത്രമേൽ നമ്മളെ സന്തോഷമാക്കാൻ നമ്മളെ മക്കൾക്ക് കഴിയും കേട്ടോ. ഞാൻ നമ്മളെ ചുട്ടൂനെ ഞാൻ ഉറക്കി അങ്ങനെ കിടത്തിയിട്ടുണ്ട്. അവൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് അങ്ങനെ കിടക്കുന്നുണ്ടോ. ആശാനറിയാം എൻ്റെ ചൂട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എഴുന്നേക്കും. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് അങ്ങനെ കിടന്ന് മെല്ലെ ഒന്ന് കണ്ണടച്ച് അങ്ങനെ കിടന്നിട്ടോ. കാരണം പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കണ്ടുറന്ന് കിടക്കണേണ്ട അവന് എഴുന്നേറ്റ് വരും. പിന്നെ ഞാൻ എന്താ കടല എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ പോയത്. അവനെയും വെച്ചുകൊണ്ട് കടല അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പോയത്. എൻ്റെ ചോറായിട്ടില്ല. സമയം 12 മണി എങ്ങാനായി. ചോറ് ഇതുവരെ വെന്തിട്ടില്ല. ഒന്നും കൂടെ തിളച്ചാൽ ശരിയാവുന്നത്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച്. ഏറ്റവും പേടിയുള്ള കാര്യം ഈ ചോറ് കൂട്ടുന്ന കാര്യം കേട്ടോ. ഭയങ്കര പേടി. ഇതാ നമ്മൾ അമ്പൂട് കൂട്ടൻ അവിടെ ഇരുന്ന് കളിച്ച് കേട്ടോ. അപ്പോൾ അത് അതൊക്കെ എടുത്ത് വെച്ച് അച്ഛൻ എഴുന്നേക്കുമ്പോഴേക്കും മാക്സിമം പണിയും തീർത്ത് കുളിച്ച് ഫുഡ് കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നടക്കുക എന്തോ ഒന്നും അറിയത്തില്ല. നമുക്ക് വേഗം അടുക്കളയിൽ നിന്ന് എല്ലാ സാധനങ്ങളും മാറ്റി ഇവിടെ കൊണ്ട് പെട്ടെന്ന് അടിച്ചു വരാം. വാഷിംഗ് മെഷീനിൽ തുണി അലക്കിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വിരിച്ചിടണം. നമ്മൾ ഇതായിട്ടോ കടല വരട്ടിയെടുത്തിട്ടുണ്ട്, നല്ല റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ വാഷിംഗ് മെഷീനിൽ പോയി തുണിയൊക്കെ ഡ്രൈ ആക്കട്ടെ. അപ്പോൾ ഒന്നുമില്ലാത്തൊരിളക്കം വാഷിംഗ് മെഷീൻ. എൻ്റെ കൂടെ അങ്ങോട്ട് കുതിര ചാടണ മാതിരി ചാടി വരിക. ഞാനാണെങ്കിൽ പേടിച്ചും എനിക്ക് ഇതെന്താ ഇപ്പോൾ പെട്ടെന്ന് പറ്റിയെന്ന് കരുതിയിട്ട് ഞാനങ്ങ് ആകെ പേടിച്ചു. കാരണം ഒരുപാടൊന്നും ആയിട്ടില്ലല്ലോ വാങ്ങിയിട്ട്. ആകെ പേടിച്ച് പിന്നെ അങ്ങ് സെറ്റായിട്ടോ. എന്നെ വെറുതെ നിന്നിട്ട് വട്ടം കറക്കിയതാ. പിന്നെതാ അവൻ ഉറങ്ങുന്ന നേരത്തെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇതാ അകം ഫുള്ള് ക്ലീനാക്കി. നമ്മളെ വീട് നല്ല നീറ്റായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഒതുക്കി പറക്കി വരുമ്പോൾ എന്തെന്നില്ലാത്തൊരു സുഖം. കാരണം അത്രയും നേരം എടുത്ത എഫേർട്ടിനുള്ളൊരു ഹാപ്പിനെസ് നമ്മൾ ആ ക്ലീനായി കിടക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ടോ. പിന്നെ
എന്തെങ്കിലും മണത്തിന് എന്തെങ്കിലും കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിട്ട് വേറെ ഇങ്ങോട്ടും പോകണ്ട. ജനലുകളൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല ശുദ്ധവായു ശ്വസിച്ച് കഴിയുമ്പോഴേക്കും വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പണികളൊക്കെ പെട്ടെന്ന് ചടപടയും തീർക്കുക. കാരണം മുന്നേക്ക് നീക്കി വെച്ചാൽ ഒന്നും നടക്കില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ പഴയ പവറോടെ ഇനി എന്നും വീഡിയോ ഇടണം എന്നാട്ടോ കരുതുന്നത്. എപ്പോഴത്തെ പോലെ പറയുന്നതല്ല. നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന ഒരാളുണ്ട്. ആളാരാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ കമൻറ്റ് കണ്ടേ പിന്നെ കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ ഇടണം എന്നുള്ളൊരു തോന്നൽ വന്നത്. എൻ്റെ വീഡിയോനെ ആരെങ്കിലും ഒരാൾ കാണാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് തന്നെ കേട്ടോ. കാരണം ഒരാൾ തരുന്നൊരു സപ്പോർട്ടുണ്ടല്ലോ, അതെനിക്ക് വീഡിയോ ഇടാൻ കൂടുതൽ ഇൻസ്പിറേഷൻ ആകുന്നുണ്ട്. ഇതാ നല്ല മൊട്ട വെയിലാണ്. ഞാൻ കരിഞ്ഞു വന്നല്ലോ, തല ഇറങ്ങി താഴെ വീഴാതിരുന്ന ഭാഗ്യം. കുട്ടീസിൻ്റെ തുണികളൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ക്യാമറയിൽ കൂടെ നോക്കിയപ്പോൾ ബാക്കിൽ ഫ്രണ്ടിൽ നല്ല റബ്ബറും തോട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങണം. സമയം 1 മണിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫുഡൊക്കെ കഴിച്ച് വേഗം റെഡിയായിട്ട് പോയേ 1:30 ഇറങ്ങണം. വേഗം കഴിക്കാം. ഓക്കെ, കടല വരച്ചെടുത്തിട്ടുണ്ട്, തൈര്, ശകല മാങ്ങാച്ചാറും, പിന്നെ ഇച്ചിരി ഇനിപ്പുളിയില്ലേ, അതായത് പുളിഞ്ചില്ലേ, അതുകൊണ്ട് ഒക്കെ കഴിച്ചിട്ട് പോവാട്ടോ. ഏകദേശം റെഡി. അതിന് മുടിയൊക്കെ കെട്ടി ബാഗ് എടുത്ത് പോയാൽ മതി. എനിക്ക് അമ്മ വരെ അമ്മക്കുട്ടനെ എഴുന്നേറ്റു. ഈ പുളിഞ്ചുണ്ടല്ലോ, നമ്മളെ കാരക്കയും ഉണക്കമുന്തിരിയും ഒക്കെ കൂടെ ഇട്ടിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്പുന് മധുരം ഇഷ്ടമല്ലാത്ത ആളാട്ടോ. നല്ല വെയിലട്ടോ. അങ്ങനെ വെയിലത്ത് പോകുന്നോ വൈകില്ല. വണ്ടിക്കാണെന്നുണ്ടെങ്കിലും നല്ല ഉഷാറ് വെയില. കാലിറങ്ങി എവിടെയാലും വീണില്ലെങ്കിൽ കാണാം. അല്ല അമ്പൂ, തന്നെ കാൽക്കുലേറ്റർ, അമ്മേൻ്റെ കാൽക്കുലേറ്റർ അല്ലേ. പോയി മുടി കെട്ടിയിട്ട് തരാവേ. കാൽക്കുലേറ്റർ താടി. എന്നാ കാൽക്കുലേറ്ററോ? അപ്പൊ അമ്മ ചുമ്മാ തന്നെ അതവിടെ നിന്നോട്ടെ. അമ്പൂ അമ്മ ചുമ്മാ തന്നെ. അമ്പൂ അമ്മ ചുമ്മാ തന്നെ. അമ്മ വീട്ടിൽ
അങ്ങനെ ഞാൻ എൻ്റെ കുതിരപ്പുറത്തും കയറി വീട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഇത്. നമ്മളെ ഇച്ചൂസിന് പഴംപൊരി വേണമെന്നും പറഞ്ഞു. അപ്പോൾ പഴവും അതിനുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിയത് ആ വീട്ടിലേക്ക് ഞാൻ പോകുന്നു. ഇതെന്താ പറ്റിയേ? നീ കടിച്ചോ? നീ ഇവനെ കടിച്ചോ? ഇത്രയും നേരം എന്നെ കാണാത്തതിൻ്റെ സ്നേഹപ്രകടനം ആരും കരുതണ്ട. അവൻ എൻ്റെ ഒക്കത്ത് കയറിയിരിക്കുന്നത്, അവൻ എൻ്റെ പാൻറ് പിടിച്ച് വലിക്കട്ടോ. ഭയങ്കര ഇത് അവനെടുക്കാൻ അവിടെ കയറ്റിയിരുത്താൻ വേണ്ടിയിട്ട്. പിന്നെ അവൻ എന്നെ കണ്ടിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർക്ക് രണ്ടാക്കും ഞാൻ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമുള്ളൂ. പിന്നെ ഇതാ നല്ല പഴംപൊരി പഴം എടുത്ത് ആ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്നത് ഞാൻ അതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണം. നല്ല ചായയും നല്ല ചൂട് മൊരിഞ്ഞ പഴംപൊരിയും കൂട്ടിയിട്ട് വൈകുന്നേരം ഒരു പിടിയങ്ങ് പിടിച്ച് ചൂക്കുട്ടൻ്റെ സന്തോഷം കണ്ടിട്ട് എൻ്റെ ദൈവമേ എനിക്ക് എന്താണെന്നറിയില്ല. അവൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തുണ്ടെന്ന് തോന്നിയിട്ട് അവൻ ഒരുപാട് ഹാപ്പി. ഒരുപാട് ഹാപ്പി. എനിക്ക് അതിലും വലുത് വേറെ ഒന്നും വേണ്ട. ഞാൻ പിന്നെ അമ്മയ്ക്കൊന്ന് വെച്ച് കൊടുത്തു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ എൻ്റെ കുട്ടീസ് കഴിക്കുന്നത് കണ്ട് എനിക്കിത് കണ്ടപ്പോൾ ഉള്ള സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് നാളായി ഞാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇച്ചിരി രാവിലെ എന്നോട് പറഞ്ഞു, അമ്മ നല്ല അച്ചുക്കൂ നേന്ത്രപ്പഴം വാങ്ങിക്കൊണ്ട് പോവാ, എനിക്ക് പഴംപൊരി ഉണ്ടാക്കി തരുമോ ചോദിച്ചു. പഴംപൊരി ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞാൽ പഴംപൊരി ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അച്ചുക്ക് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾക്ക് എടുക്കണം. അവനെ ഒരു ലോഡ് പഴംപൊരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പുറത്തേക്ക് അവിടെ കുരങ്ങനുണ്ടടാ അത് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുരങ്ങനുണ്ടായിരുന്നു കേട്ടോ. മരത്തമ്മ കയറി നടക്കണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ ഇന്നൊരു പഴംപൊരി എടുത്തപ്പോൾ അമ്മേനോട് പരാതി പറയാതാ നമ്മുടെ അമ്പടുക്കൂട്ടനെ പഴംപൊരി ഇഷ്ടമായിട്ടുണ്ട്. അതൊക്കെ ഞാൻ 2 പഴംപൊരി കൊടുത്തോളൂ വെച്ചിട്ട് 5-6 പഴംപൊരി കഴിച്ചു. അതൊക്കെ എന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട്. കാരണം കുറച്ച് റവയും കുറച്ച് മൈദയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. ഓപ്പസോഡ ഒന്നും ഇട്ടിട്ടില്ല. നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ. പിന്നെ സന്ധ്യയായി. അമ്മ വിളക്കൊക്കെ കത്തിച്ച് നമ്മളെ കുട്ടീസ് നാമൊക്കെ ചൊല്ലി. നമ്മുടെ കൂട്ടം എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ക്യാമറ പിടിച്ച് നടക്കണോണ്ട് ആൾ കൂടെ വന്നിരിക്കുക. നാമൊക്കെ ചൊല്ലി അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെയും കാണാം നമുക്ക്.